ഹരേ കൃഷ്ണ, ഏവർക്കും എൻ്റെ ബ്ലൂ കൃഷ്ണ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ടോപ്പിക്ക് വന്നിട്ട് ദുരന്തം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ കുറേ വർഷങ്ങളായി കുറേ കുറേ വർഷങ്ങളായി നമ്മൾ കണ്ടുവരുന്നതാണ്. ഇപ്പോൾ പ്രകൃതിയായിട്ടുള്ള കുറേ അപകടങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കുമ്പോൾ വെള്ളപ്പൊക്കം. ഇപ്പോൾ വർഷം ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ വെള്ളപ്പൊക്കം വരാൻ തുടങ്ങി. പിന്നെ അന്യ രാജ്യങ്ങളായാലും ശരി, അന്യ രാജ്യത്തിലാണെങ്കിലും ഇപ്പോൾ എവിടെയും വെള്ളമേ ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് ഇപ്പോൾ വെള്ളപ്പൊക്കം വരുന്നത്. റീസെൻ്റായിട്ട് നോക്കിയ ദുബായിൽ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് വെസ്റ്റ് ബംഗാളിൽ വെള്ളപ്പൊക്കം. പിന്നെ ഈ ഇടയായിട്ട് തൃശ്ശൂർ, പാലക്കാട് എന്ന സ്ഥലങ്ങളിൽ ഭൂചലനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്ര വർഷങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയ്ക്കും എഫക്റ്റ് ആകാൻ കാരണം എന്താണ്? ഇതിനെന്താ കാരണം? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് എന്താ ഒരു സൊല്യൂഷൻ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ വിചാരിക്കും, ഇത് പ്രകൃതിയാണ്, ഇത് മഴ വരുന്നു, അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മഴ വരുന്നത് നമുക്ക് തടുക്കാൻ പറ്റുമോ? തടുക്കാൻ പറ്റില്ല. ഭൂമി കുലുക്കം വരുന്നത് തടുക്കാൻ പറ്റില്ല. അപ്പോൾ ചെയ്യാം. അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അതിന് നിയമങ്ങളുണ്ട്. നമ്മൾക്ക് എന്താ നിയമങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളതോ അത് നമ്മൾ കൃത്യമായി പാലിച്ചാൽ ഇതെല്ലാം തന്നെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാം. ഉദാഹരണത്തിന് ഒരു ട്രാഫിക് എടുത്തോളൂ. ഇപ്പോൾ റോഡ് സൈഡും അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ റോഡൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനായിട്ടുള്ള നിയമങ്ങൾ, ഇപ്പോൾ വണ്ടി എടുത്ത് നമ്മൾ റോട്ടിൽ പോവുകയാണെങ്കിൽ അതിനായിട്ടുള്ള കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഹെൽമെറ്റ് ധരിക്കണം. പിന്നെ ലെഫ്റ്റ് സൈഡിൽ കൂടി തന്നെ നമ്മൾ സഞ്ചരിക്കാൻ പാടുള്ളൂ. റോങ് സൈഡ് പോകാൻ പാടില്ല. പിന്നെ ഓവർ സ്പീഡ് പാടില്ല. മദ്യപിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല. ഇതെല്ലാം എനിക്കും അപകടമാണ്, അത് മറ്റുള്ളവർക്കും അപകടമാണ്. അത് കാരണം കൊണ്ടാണ് അവിടെ നിയമം വിധിച്ചിട്ടുള്ളത്. ആ നിയമപ്രകാരം പോയി കഴിഞ്ഞാൽ നമ്മൾ കുറേ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകാം. പക്ഷേ ആ നിയമങ്ങൾ തെറ്റിച്ചാൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടും. അതേപോലെ തന്നെ നമ്മളെല്ലാവരും തന്നെ മനുഷ്യന്മാരാണ്. ഇപ്പോൾ മനുഷ്യന്മാർക്കും ഇപ്പോൾ ഈ ഭൂലോകത്തിൽ ജീവിക്കുകയാണെങ്കിൽ അതിനും ഒരു നിയമങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പ്രകൃതിക്കും നിയമങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാൻ പറഞ്ഞാൽ ഇതെല്ലാം ശാസ്ത്രങ്ങളിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രകൃതിക്കും നിയമങ്ങളുണ്ട്. ഇപ്പോൾ മനുഷ്യന്മാർക്ക് മാത്രമല്ല നിയമങ്ങളുണ്ട്, അതേപോലെ തന്നെ മൃഗങ്ങൾക്കും നിയമങ്ങളുണ്ട്. പക്ഷേ നമ്മൾ കൃത്യമായിട്ടുമായ നിയമങ്ങൾ അനുസരിച്ച് ആചരിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഉദാഹരണത്തിന് ഇപ്പോൾ വെള്ളപ്പൊക്കം വരുന്നുണ്ട്. വെള്ളപ്പൊക്കം വരാൻ കാരണം, വെള്ളപ്പൊക്കമായാലും ശരി, ചില സ്ഥലങ്ങളിൽ കൊടും കാറ്റുകളൊക്കെയാണ് കണ്ടുവരുന്നത്. ഇതൊക്കെ എന്താ പറഞ്ഞാൽ, ഭൂമി എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ പ്രകൃതി എന്ന് പറയുന്നതും ഒരു വ്യക്തിയാണ്. അഗ്നി, ജലം, വായു, ആകാശം, അങ്ങനെ പഞ്ചഭൂതങ്ങളുണ്ട്. അതും ഓരോരോ വ്യക്തികളാണ്. കാരണം അവരെയൊക്കെ നമ്മൾ എത്രത്തോളം നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നോ അത്രത്തോളം അതിൻ്റെ ഭവിഷ്യത്തുക്കൾ, അതിൻ്റെ അപകടങ്ങൾ ശിക്ഷകൾ നമ്മൾ അനുഭവിക്കും. കാരണം ഇപ്പോൾ മൃഗങ്ങൾ എടുത്തോളൂ. മൃഗങ്ങൾ മനുഷ്യരെ കാട്ടിലും നല്ല രീതിയിൽ പ്രകൃതി നിയമങ്ങൾ പാലിച്ചു പോകുന്നത് മൃഗങ്ങൾ മാത്രമാണ്. ഇപ്പം എനിക്ക് കണ്ടുവരുന്നത് കലിയുഗത്തിൽ മൃഗങ്ങൾ മാത്രമാണ്. മൃഗങ്ങൾ വന്നിട്ട് ഭൂമി കയ്യേറില്ല. കാരണം മൃഗങ്ങൾ വന്നിട്ട് നമ്മുടെ ഇരിക്കുന്ന സ്ഥലത്ത്, നാട്ടിൽ, സിറ്റിയിൽ വന്നിട്ട് കയ്യേറാൻ വരുമോ? മൃഗങ്ങൾ വരില്ല. പക്ഷെ മനുഷ്യന്മാരങ്ങനെയല്ല. മൃഗങ്ങളുള്ള സ്ഥലത്തിൽ പോയി വനം കയ്യേറിയിട്ട് അവിടെ ഒരു വലിയൊരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ കെട്ടി സുഖജാലിയായി ജീവിച്ച് എങ്ങനെയാ പൈസ സമ്പാദിക്കാം എന്ന രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മനുഷ്യന്മാരുടെ മെൻറ്റാലിറ്റി തന്നെ കച്ചവടം, ബിസിനസ്സാണ്. എങ്ങനെ നമുക്ക് കാശുണ്ടാക്കാം എന്ന രീതിയിലാണ്. നല്ലൊരു പ്രകൃതി, നല്ലൊരു മല നിരക്കുകൾ, വെള്ളച്ചാട്ടം, പൂന്തോട്ടം അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല കാശുകാരുള്ളവർ, അവരുടെ മെൻറ്റാലിറ്റി എങ്ങനെ പറഞ്ഞാൽ ഇവിടെ ഒരു റിസോർട്ട് പണിയണം, എന്നിട്ട് ഇവിടെ എനിക്ക് കോടിക്കണക്കിന് സമ്പാദിക്കണം എന്നുള്ള മെൻറ്റാലിറ്റിയാണ്. ഇപ്പം കുറേ സ്ഥലങ്ങളും അങ്ങനെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മൃഗങ്ങളെടുത്തോളം, മൃഗങ്ങൾക്ക് ജീവിക്കാൻ പറഞ്ഞാൽ പുലി, സിംഹം, മാന, കുരങ്ങ്, അതൊക്കെ ജീവിക്കാൻ വനത്തിലാണ് അത് ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം മനുഷ്യർക്ക് ഈ സിറ്റിയും ഗ്രാമങ്ങളൊക്കെ ഉണ്ട്, ജീവിക്കാൻ സ്ഥലങ്ങളുണ്ട്. അതേപോലെ മൃഗങ്ങൾക്ക് ഒതുക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ വനം മേഖലകൾ. അവിടെയും മനുഷ്യന്മാർ കയ്യേറുന്നുണ്ട്. പിന്നെ രണ്ടാമത്തത് വന്നിട്ട് മാംസഭോജനം. മനുഷ്യന്മാർ വന്നിട്ട് മൃഗങ്ങളെ കരുണയേ ഇല്ലാതെ കൊന്ന് ഭക്ഷിക്കുന്നുണ്ട്.
അത് ഭയങ്കര നിയമവിരുദ്ധമാണ്, പ്രകൃതി നിയമവിരുദ്ധമാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ഉദാഹരണത്തിന് എടുത്തോളൂ, ഇപ്പോൾ മൃഗങ്ങളെ കൊണ്ട് പച്ചക്കറി കഴിക്കാൻ പറ്റും, പച്ചക്കറി കഴിക്കും. ഐ മീൻ പുലി, സിംഹങ്ങളൊക്കെ വന്നിട്ട് പച്ചക്കറി, ഗോതമ്പ്, അരിയൊക്കെ കഴിക്കില്ല. അതിൻ്റെ ഭക്ഷണം വന്നിട്ട് മാംസാഹാരമാണ്, പച്ച മാംസമാണ് അതിൻ്റെ ഭക്ഷണം. പക്ഷേ മനുഷ്യർക്ക് അങ്ങനെയല്ല. മനുഷ്യരുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ സസ്യങ്ങളാണ്, സസ്യബുക്കുകളാണ് മനുഷ്യരുടെ ഭക്ഷണം. അപ്പോൾ അതെന്താ, നമ്മൾക്ക് അവർക്ക് മൃഗങ്ങൾക്ക് മാംസാഹാരങ്ങൾ കഴിക്കാം, അവർക്ക് അത് നിയമലംഘനമല്ല, അവർക്ക് അത് അത് എന്താണ് അപകടങ്ങളും വരില്ല. കാരണം അവരുടെ ബോധവും അവരുടെ ശരീര ഘടനകളും അങ്ങനെയാണ്, ഈ കർമ്മ ബേസ്ഡ് ആയിട്ടാണ് അവരുടെ. അപ്പോൾ അത് കാരണം കൊണ്ട് അവർ കൃത്യമായിട്ട് അവർക്ക് എന്താ നൽകപ്പെട്ടിട്ടുള്ള നിയമം, അതിന് പച്ചമാംസം കഴിക്കും. അവർ ഇങ്ങനെ വില്ലേജിൽ സിറ്റിയിൽ വന്നിട്ട് ദ്രോഹിക്കാൻ നിൽക്കില്ല. അതിനുള്ള സ്ഥലങ്ങൾ എന്താ പറഞ്ഞാൽ അത് ആഹാര, നിദ്ര, ഭയം, മൈഥുനം. മൃഗങ്ങളുടെ ബോധം വന്നിട്ട് എവിടെയാ നല്ല ആഹാരം കിട്ടുക എന്ന് തേടിപ്പോവും. നിദ്ര, എവിടെയാ സുഖമായി കിടന്നുറങ്ങുക, എവിടെയാ നല്ല മരങ്ങളോ ഇല്ല തണലോ കണ്ട് നല്ല ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുക. ഭയം, പിന്നെ അതിൻ്റെ സംരക്ഷണം നോക്കും. കാരണം ഞാൻ എന്നെ സംരക്ഷിക്കണമല്ലോ, അപ്പോൾ അതേപോലെ തന്നെ മൃഗങ്ങളും അതിൻ്റെ സംരക്ഷണങ്ങൾ നോക്കും. പിന്നെ മൈഥുനം, അതിൻ്റെ ഇണ എവിടെയാണ് അന്വേഷിച്ചിട്ട് പോയി ഇണ ചേരും. ഇതാണ് മൃഗങ്ങളുടെ ബോധം. അതേപോലെ തന്നെയാണ് ഇപ്പോഴത്തുള്ള മനുഷ്യന്മാരുടെ ബോധം അങ്ങനെ തന്നെയാണ്. ആഹാര, നിദ്ര, ഭയം, മൈഥുനം. ഇതിനെ തന്നെയാണ് ഈ മനുഷ്യന്മാർ എങ്ങനെ അഡ്വാൻസ് ആയിട്ട് നമുക്ക് സുഖങ്ങളെ ഇന്ദ്രിയ സുഖങ്ങളൊക്കെ നമ്മൾ നേടാം എന്നിട്ട് ചിന്തിച്ച് പോകുന്നത് ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ടുള്ള കാലഘട്ടങ്ങളിലൂടെ മനുഷ്യന്മാരുടെ ബോധം. പക്ഷേ മനുഷ്യന്മാർക്ക് മൃഗങ്ങളെ കാട്ടിയും ബോധമുണ്ട്. മനുഷ്യനും മൃഗങ്ങൾക്ക് വ്യത്യാസമുണ്ടല്ലോ. എന്താ പറയുക വ്യത്യാസം പറഞ്ഞാൽ മനുഷ്യന്മാരുടെ ബോധമാണ് വ്യത്യാസം. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പ്രകൃതി എന്താണ് മനസ്സിലാക്കണം. നമുക്ക് നൽകപ്പെട്ട ഭക്ഷണം എന്താണ് അല്ലേ. ഇതിൽ നമ്മൾ ഈശോപനിഷത്തിൽ പറയുന്നുണ്ട്, ഈശാവാസ്യം ഇതം സർവം യത് കിഞ്ചിതാം ജഗത്യാം ജഗത്തേന തത്തേന പുഞ്ചിത മഗ്രഹകസ്യ സിദ്ധനം. മനുഷ്യന്മാർക്ക് മൃഗങ്ങൾക്ക് എങ്ങനെ ഓരോരോ കോട്ട ഉള്ളതോ അതേപോലെ തന്നെ മനുഷ്യർക്കും നിയമങ്ങളും ഓരോരോ കോട്ട നൽകപ്പെട്ടിട്ടുണ്ട്. നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള കോട്ട ഭക്ഷണം വന്നിട്ട് സസ്യാഹാരങ്ങളാണ്. നമ്മൾ ഉള്ളതെന്തോ അത് സംതൃപ്തിയായിട്ട് നമ്മൾ ഏറ്റെടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതാണ് മനുഷ്യന്മാരുടെ നിയമം. അതേപോലെ തന്നെ മൃഗങ്ങൾക്ക് എന്താ കോട്ട കൊടുത്തിട്ടുള്ളതോ അത് മൃഗങ്ങൾ കറക്റ്റായി ചെയ്യുന്നത്. പക്ഷേ മനുഷ്യന്മാർക്ക് അങ്ങനെയല്ല. മനുഷ്യന്മാരുടെ ബോധവും നോക്കും ബിസിനസ് മൈൻഡാണ്, കച്ചവട മൈൻഡാണ്, അത്യാഗ്രഹം ജാസ്തിയാണ് ഇപ്പോഴത്തുള്ള മനുഷ്യന്മാർക്ക്. കാരണം മൃഗങ്ങളാണ് അന്നന്ന ഭക്ഷണം എന്താ വേണ്ടത് വയറ്റിന് ആവശ്യമുള്ളത്, ഒരു ഉദാഹരണം മാത്രമാണ് പറയണത്, കഴിച്ചിട്ട് അത് അതിൻ്റെ കാര്യം എന്താണെന്ന് നോക്കും. പക്ഷേ മനുഷ്യന്മാരങ്ങനെയല്ല. സ്വന്തം സെൽഫിഷ്, എൻ്റെ കാര്യം മാത്രം ഞാൻ നോക്കിയാൽ മതി, എൻ്റെ കുടുംബം, എന്നെ ചുറ്റുമുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണോ അവരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, അവർ മാത്രം സേഫ്റ്റി ആയിരുന്നാൽ മതി എന്നുള്ള അത്യാഗ്രഹം മറ്റുള്ളവരുടെ കിട്ടാനുള്ളതും കൂടി നമ്മൾ അപഹരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ മനുഷ്യന്മാരുടെ ബോധം. അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതൊക്കെ കാരണം ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത്? ഇതൊക്കെ പ്രകൃതി. ഇപ്പോൾ നിയമം പറഞ്ഞാൽ പ്രകൃതിയും എല്ലാവർക്കും കോമൺ ആണ്, മൃഗങ്ങൾക്കും അത് കോമൺ ആണ്, അതേപോലെ തന്നെ മനുഷ്യന്മാർക്കും കോമൺ ആണ്. ഇവിടുത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും പ്രകൃതി നിയമങ്ങൾ ഒരുപോലെ തന്നെയാണ്. അത് ആരാണോ ഇങ്ങനെ നിയമലംഘനം ചെയ്യുന്നു അവർക്ക് തീർച്ചയായിട്ടും അത് ശിക്ഷിക്കപ്പെടുന്നതാണ്, ഇന്നില്ലെങ്കിൽ എപ്പോഴായാലും ഒരിക്കൽ. അതേപോലെ തന്നെ പ്രകൃതി പറയുന്ന ഒരു വ്യക്തിയാണ്, എത്രത്തോളം തന്നെ ഈ കാര്യങ്ങളൊക്കെ സഹിച്ചിട്ട് പോകണോ. അപ്പോൾ ഒരു ദിവസം പ്രകൃതി തിരിച്ചടിക്കും. സഹിക്കാൻ പറ്റാത്ത ദിവസം പ്രകൃതി തിരിച്ചടിക്കും. എങ്ങനെ തിരിച്ചടിക്കും വെച്ചാൽ ഇതേപോലെ തന്നെ വെള്ളപ്പൊക്കം വരും, ഭൂചലനം വരും, കൊടും കാറ്റ് വരും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ സർവ്വനാശം നമ്മൾ നേരിടും. ഇപ്പോഴത്തെ മനുഷ്യന്മാരുടെ ബോധം ഇപ്പോൾ മൃഗങ്ങളെ കാട്ടി മോശമായി കൊണ്ടുവരികയാണ്. ഇപ്പോൾ അത് കാരണം കൊണ്ടാണ് പ്രകൃതി സഹിക്കാൻ പറ്റുന്ന അത്രയും സഹിക്കും, പിന്നെ ഒരു ദിവസം ഉണ്ടായാലും തീർച്ചയായും തിരിച്ചടിക്കും. അങ്ങനെ കണ്ടുവരുന്നതാണ് ഇതൊക്കെ കാണുന്നത്. ഒന്നാമത് ഇപ്പോൾ മാംസാഹാരം. ഇപ്പോൾ ഞാൻ റീസെൻ്റായി നോക്കിയാണ് കേരളത്തിൽ ഇപ്പോൾ 100% പോപ്പുലേഷൻ 100%ത്തിൽ ജനത്തൊക ഉണ്ടെങ്കിൽ അതിൽ 99% ജനങ്ങളും മാംസാഹാരം ഭക്ഷിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്ക്, ഒരു 99% മനുഷ്യന്മാർ മാംസാഹാരം ഭക്ഷിക്കുകയാണെങ്കിൽ അതിൻ്റെ എത്ര ജീവനാണ് അവിടെ കൊന്നെടുക്കുന്നത്. 99 ഇപ്പോൾ ഒരു ഫംഗ്ഷൻ എടുത്തോളൂ,
ഒരു കല്യാണം, ഇപ്പോൾ ഒരു മംഗളകാര്യം എടുത്തോളൂ, ഇപ്പോൾ ഒരു കല്യാണം ആണെങ്കിലും കാതുകുത്താണെങ്കിലും അവിടെ എന്താ പറയുക, അന്നദാനം പോയി കൊടുക്കുന്നത്, അന്നദാനം എന്നാണ് അതിന് വേറെ പറയുന്നത്. എന്താ കൊടുക്കുന്നത് വെച്ചാൽ മാംസാഹാരം. ഒരു 150 ആൾക്കാർ 500 ആൾക്കാർക്ക് ഒരു 2000 ആൾക്കാർക്ക് ഒരു മാംസാഹാരം കൊടുക്കുകയാണെങ്കിൽ ആലോചിച്ച് നോക്കുക. അപ്പോൾ എത്ര എന്താണ് മൃഗങ്ങളെ കൊന്നിട്ട് അതിനെ ഭക്ഷിക്കുന്നത് ആലോചിച്ച് നോക്കുക. എത്ര ജീവനാണ് അവിടുന്ന് പോകുന്നത് ആലോചിച്ച് നോക്കുക. ഇതെല്ലാം തന്നെ ഭയങ്കര കുറ്റമാണ്. ശാസ്ത്രങ്ങൾ പറയുന്നത് ഭയങ്കര കുറ്റം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രകൃതി തീർച്ചയായിട്ടും തിരിച്ചടിക്കാൻ പിന്നെ വെറുതെ നോക്കി നിൽക്കുകയില്ല. ഇപ്പോൾ നമ്മൾ ഒരു ചെറിയ നിയമം ലംഘിച്ചാൽ പോലും നമുക്ക് ഫൈൻ വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരുടെയും AI ക്യാമറയാണ്. ഇപ്പോൾ മോട്ടോർ സൈക്കിൾ കൊണ്ട് നമ്മൾ എങ്ങനെ ഹെൽമെറ്റ് ഇല്ലാതെ പോയി എങ്ങനെ നമ്മൾ ഒളിച്ചു പോയാലും അവർ ക്യാമറ ഫോട്ടോ എടുത്തിട്ട് ഫൈൻ നമുക്ക് തരും. അപ്പോൾ മനുഷ്യന്മാർ ഈ ചെറിയ കാര്യങ്ങളൊക്കെ ഇത്ര നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും വർഷങ്ങളും കറക്റ്റായിട്ട് നമുക്ക് എന്താണ് ഈ പ്രകൃതിയിൽ നിന്നിട്ടും വായുവും ജലം അഗ്നി പിന്നെ നമുക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ ഈ പ്രകൃതി നമുക്ക് അതിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് തരികയാണെങ്കിൽ അവരെ നമ്മൾ ഇത്രത്തോളം നമ്മൾ ദ്രോഹിക്കുകയാണെങ്കിൽ ഇത്രത്തോളം അവരെ എത്രത്തോളം നമ്മൾ ദ്രോഹിക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കും. ഇതൊക്കെ കാരണം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മുടെ മനുഷ്യൻ പറയണത് ബോധം നമുക്ക് മൃഗങ്ങളെക്കാട്ടി മറ്റെല്ലാ ഈ ഭൂലോകത്തിലെ എല്ലാ ജന്തുക്കളും എല്ലാത്തിനും കാട്ടി മനുഷ്യന്മാർക്കാണ് ബോധം ഉള്ളത്. അധികമായിട്ടുള്ള ബോധമുള്ളത് മനുഷ്യന്മാർക്കാണ്. കാരണം മനുഷ്യന്മാർക്ക് നൽകപ്പെട്ടിട്ടുള്ളതാണ് ഈ ശാസ്ത്രങ്ങളൊക്കെ. ഞാനിപ്പോൾ ഒരു ഭഗവത്ഗീത എടുത്തിട്ട് മൃഗങ്ങൾക്ക് കൊണ്ട് കൊടുത്തിട്ട് പഠിക്കൂ എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ ബോധം അത്രയും ഇല്ല. പക്ഷെ മനുഷ്യന്മാർക്ക് ബോധമുണ്ട്, മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അതിനാണ് നൽകപ്പെട്ടിട്ടുള്ളതാണ് ഈ നിയമങ്ങളൊക്കെ, മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. എന്താണ് മൃഗങ്ങളെ ഭക്ഷിച്ചൂടെ, അങ്ങനെ പറഞ്ഞു. മൃഗങ്ങളെ ഭക്ഷിച്ചൂടെ, അങ്ങനെയാണ്. എന്താ പച്ചക്കറിയും ജീവനില്ലേ, പച്ചക്കറി ഭക്ഷിച്ചൂടെ, അങ്ങനെ പറഞ്ഞു. പച്ചക്കറിയിലും ജീവനുണ്ട്. പക്ഷേ നമ്മുടെ മനുഷ്യന്മാരുടെ ദേഹം എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ പല്ലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ കറക്റ്റ് പാരലായിട്ടാണ് ഒരേപോലെയാണ് വരുന്നത്. നമുക്ക് നമ്മുടെ പിന്നെ പോരാത്തത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ചായിരിക്കും പച്ചക്കറിയും ഫ്രൂട്ട്സും അങ്ങനെയുള്ള ആഹാരം ഡൈജസ്റ്റീവ് ചെയ്യുന്ന പോലെയാണ് നമ്മുടെ ദേഹഘടനകളൊക്കെ നൽകപ്പെട്ടിട്ടുള്ളത്. പക്ഷെ മനുഷ്യന്മാരങ്ങനെയല്ല. മൃഗങ്ങളെ എനിക്ക് കഴിക്കണം, അതിനനുസരിച്ച് ഞാൻ പാചകം ചെയ്ത് ഞാൻ കഴിക്കും എന്ന രീതിയിലാണ് ഇപ്പോൾ മനുഷ്യന്മാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ശാസ്ത്രത്തിൽ പറയുന്നത് ഭയങ്കര കുറ്റമാണ്. ഇതൊക്കെ എന്തായാലും പ്രകൃതി നോക്കി നിൽക്കില്ല. അത് കാരണം കൊണ്ടാണ് പ്രകൃതി ദുരന്തങ്ങളും ഭൂചലനങ്ങളും വെള്ളപ്പൊക്കങ്ങളും നമ്മൾ വർഷം തോറും നമ്മൾ നേരിട്ടുകൊണ്ടേയിരിക്കുന്നത്. അത് മെയിൻ റീസണാണ്. എപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഓരോ വ്യക്തി ഈ നമ്മൾ കറക്റ്റായുള്ള അവബോധം നമ്മൾ ഏറ്റുവാങ്ങി അത് കൃത്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണോ, ഓരോരോ വ്യക്തികളുടെ കയ്യിലുണ്ട് നമ്മുടെ ഭൂമിയുടെ സംരക്ഷണം. അല്ലാതെ ഇപ്പോൾ ഒരു വലിയൊരു സയൻറ്റിസ്റ്റൊക്കെ ശാസ്ത്രജ്ഞന്മാരൊക്കെ ചേർന്നിട്ട് ഞാൻ ISRO ആണ്, നാസയാണ്, ഞാൻ ഈ ഭൂമിനെ സംരക്ഷിക്കുകയാണ്, ഭൂമിക്ക് പുറമെ എന്തൊക്കെ നടക്കുന്നുണ്ട്, ഭൂമിനെ സംരക്ഷിക്കാൻ ഉൽക്കം വന്നാൽ അതിനെ എങ്ങനെ പൊട്ടിക്കണം, അങ്ങനെ അതൊന്നും ഒരു ആവശ്യമില്ല. ഭൂമിൻ്റെ കാര്യങ്ങൾ ഭൂമി അത് കൃത്യമായിട്ട് നിയമങ്ങൾ കറക്റ്റായി പാലിച്ച് പോകുന്നുണ്ട്. മനുഷ്യന്മാരാണ് തെറ്റിക്കുന്നത്. നിങ്ങൾ പുറത്ത് സംരക്ഷിക്കണം, ഈ ഭൂമിയുടെ സംരക്ഷണം നോക്കുന്നത് അത് ഉള്ളിലാണ് ശരിക്കും പ്രാധാന്യം വേണ്ടത് നമ്മുടെ ഭൂമിയിൽ. അതാണ് ശരിക്കും. അങ്ങനത്തുള്ള നിയമങ്ങൾ കൊണ്ടുവരണം. അങ്ങനത്തുള്ള നിയമങ്ങളും ശാസ്ത്രങ്ങൾ മനസ്സിലാക്കണം. കാരണം ശാസ്ത്രങ്ങൾ നമുക്കും ഒരു നിയമങ്ങളുണ്ട്. അത് എന്തൊക്കെയാണ് നിയമങ്ങൾ ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം അത് മനസ്സിലാക്കി അതുപടി നമ്മൾ നടന്നാൽ മാത്രമാണ് നമ്മുടെ ഭൂമി നല്ല രീതിയിൽ ഹാപ്പിയായി സന്തോഷമായിട്ട് ജീവിക്കുകയുള്ളൂ, സന്തോഷമായി ഇരിക്കുകയുള്ളൂ. ആ ഭൂമി അതിനനുസരിച്ച് നമുക്ക് നമ്മൾ കോപ്പറേറ്റ് ചെയ്യുള്ളൂ. മഴയാണെങ്കിലും മഴ, വേനൽക്കാലം അതിനനുസരിച്ചുള്ള വേനൽക്കാലം, കാലാവസ്ഥയാണെങ്കിൽ കാലാവസ്ഥ എന്ന രീതിയിൽ കറക്റ്റായിട്ട് ഭൂമിനെ എത്രത്തോളം പൊല്യൂട്ട് ആക്കണോ, വൃത്തികേടാക്കണോ അത്രത്തോളം ഭൂമിയുടെ പ്രതിക്ഷോധവും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഓരോരോ മനുഷ്യരെല്ലാവരും ഏതൊരു വ്യക്തിയാണെങ്കിലും ശരി, അവർ സ്വയം ഏറ്റെടുത്ത് മനസ്സിലാക്കണം, ഞാൻ ആരാണ്, എനിക്കും ദൈവത്തിനും എന്താ ഉള്ള സംബന്ധം, ഞാൻ എന്തിനാ മരിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ആഹാരം, നിദ്ര, ഭയം, മൈഥുനം, ഇതേ തന്നെയാണല്ലോ മൃഗങ്ങളും ചെയ്യുന്നത്. എനിക്കും അവർക്കും എന്താ വ്യത്യാസം? അതൊക്കെ തീർച്ചയായിട്ടും ഓരോരോ മനുഷ്യരും തിരിച്ചറിയേണ്ടതാണ്, മനസ്സിലാക്കണം. ഈശോപനിഷത്തിൽ പറയുന്നത് ഈശാവാസ്യം ഇതം സർവം, ഇതെല്ലാം കൺട്രോൾ വന്നിട്ട് ഭഗവാന്റെയാണ്. എന്താണ് എല്ലാവരും വിചാരിക്കുന്നത് ഞാനാണ് ഇതിൻ്റെ ഉടമസ്ഥൻ, അങ്ങനെ ഉടമസ്ഥൻ പറയും. പക്ഷേ ഒരു ദിവസം അയാൾ ഇല്ലാതെയാകും. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലഘട്ടം. പക്ഷേ യഥാർത്ഥ ഉടമസ്ഥൻ നമ്മൾ ആരുമല്ല. അതെന്തായാലും തീർച്ചയായും അത് അറിയേണ്ടതാണ്. ഉടമസ്ഥൻ ആരാണ് പറഞ്ഞാൽ ഭഗവാനാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ. അപ്പോൾ എന്ന ചിന്താഗതിയിൽ നമ്മുടെ ഓരോരോ പ്രവർത്തനവും അങ്ങനെ ആയിരിക്കും. ഇതെല്ലാം താൽക്കാലികമാണ്.
നമ്മുടെ ചെയ്യേണ്ട കാര്യം എന്താണ് അത് തീർച്ചയായും മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം വന്നിട്ട് സമാധാനമായി ഇരിക്കുകയുള്ളൂ. പ്രകൃതിയിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളും ഒഴിവാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു കാര്യവുമില്ല. അല്ലാതെ ഇപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയും നമുക്ക് എന്താണ് സെർച്ച് ചെയ്തിട്ട് നമുക്ക് കണ്ടെത്താനേ പറ്റില്ല. കാരണം വെള്ളപ്പൊക്കം വരികയാണെങ്കിലും എന്താണ് ഒരു വർഷത്തിന് മുമ്പ് അറിയോ നമുക്ക് ഇതേപോലെ അടുത്ത വർഷം വെള്ളപ്പൊക്കം ഇങ്ങനെ വരുന്ന ഈ സ്ഥലങ്ങളാണ് വരുന്നത്, ഇത്ര ആൾക്കാർ മരിച്ചു പോകുമെന്ന് അറിയില്ല. ബിക്കോസ് ഈ വയനാടത്തെ ദുരന്തം എടുത്തോളൂ. വയനാട്ടിൽ പെട്ടെന്നായിരുന്നു ഉരുൾപൊട്ടൽ, എത്ര ആൾക്കാരാണ് മരണപ്പെട്ടത്. ഇതൊക്കെ ഭൂമിയിൽ നോക്കുമ്പോൾ വെറും 1% കമ്മിയാണ്. കാരണം ബാക്കി 100% നോക്കുമ്പോൾ അത്രയും നമ്മൾ ഭൂമിയെ നമ്മൾ ഉപദ്രവിക്കുന്നുണ്ട്, പ്രകൃതിനെയും നമ്മൾ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കണം. എല്ലാത്തിനും ഒരു വ്യക്തിയുണ്ട്, അതിന് നമ്മൾ മര്യാദ കൊടുത്ത് നല്ല രീതിയിൽ നിയമപ്രകാരം നമ്മൾ മുന്നോട്ട് പോയാലേ ഈ ദുരിതങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒഴിവാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കണം, നമുക്ക് മൃഗങ്ങൾക്ക് എന്താ വ്യത്യാസം എന്ന് മനസ്സിലാക്കണം, നമ്മൾ ആരാണെന്ന് അറിയണം, എനിക്കും ദൈവത്തിന് എന്താ വ്യത്യാസം മനസ്സിലാക്കണം, ഞാൻ എന്തിനാ ജനിക്കണം, ഞാൻ എന്തിനാ മരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയാനാണ് ഭഗവാൻ പറയുന്നത്. എളുപ്പത്തിൽ 5000 വർഷം മുമ്പ് ഭഗവാൻ നൽകിയിട്ട് പോയത് എന്താ? ഭഗവത്ഗീത സിമ്പിളായി കൊടുത്തിട്ടുണ്ട്. ഭഗവാൻ ഈസിയായി അണ്ടർസ്റ്റാൻഡ് ചെയ്യും, മനുഷ്യന്മാരുടെ ബോധത്തിനനുസരിച്ച് മനസ്സിലാക്കുന്ന അളവിൽ ഈസിയായി പറഞ്ഞു തന്നിട്ട് പോയിട്ടുണ്ട്. അതൊക്കെ ഓരോരോ സമയം ഫ്രീ ആയിരിക്കുമ്പോൾ അതൊക്കെ ഈ ബുക്കൊക്കെ എടുത്ത് മേടിച്ചിട്ട് വായിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ നോക്കണം. എന്നാലേ നമ്മൾ ആരാണ് നമ്മൾ ഇത്ര കാലം നമ്മൾ എങ്ങനെ ജീവിച്ചിരുന്നത്, ഇനിയുള്ള കാലം നമ്മൾ എങ്ങനെ ജീവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അത് വായിച്ചാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, റീൽസ്, ഫേസ്ബുക്ക് എന്ന രീതിയിൽ തന്നെ ജീവിതം പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ തന്നെ ജീവിതം അവസാനിക്കുകയും ചെയ്യും. ദുഃഖങ്ങളും ദുരിതങ്ങളും ഇതേപോലെ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, എല്ലാവരും ഭഗവത്ഗീത ശാസ്ത്രങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഭാഗവതമൊക്കെ വായിക്കുക. കാരണം ഇപ്പോഴത്തെ മനുഷ്യന്മാർക്ക് വേദമൊന്നും വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കുക. അതിനാണ് വേദത്തിൻ്റെ സാരമായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത തന്നിട്ടുള്ളത്. അതിന്ന് ഈസിയായി വായിച്ച് മനസ്സിലാക്കുക, നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുക. ഓക്കെ, ഹരേ കൃഷ്ണ. ഈ വീഡിയോ എല്ലാവർക്കും ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്കൊരു നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ.